കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനെ മാറ്റിയത് അവർ ആവശ്യപ്പെട്ടതിനാൽ പകരം ഇടത് അംഗങ്ങൾ നിർദ്ദേശിച്ച ഹരികുമാറിന്റെ പേര് VC അംഗീകരിച്ചില്ല. ഡോക്ടർ ആർ രശ്മിക്ക് ചുമതല നൽകിയത് VCയുടെ നിർദ്ദേശപ്രകാരം. അതേസമയം KS അനിൽകുമാറിനെ ഇടത് അംഗങ്ങളും പൂർണ്ണമായി കൈയൊഴിഞ്ഞു. വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും. പ്രജിത് പറയൂ. ഗൗതം, കഴിഞ്ഞ കുറേ കാലമായി കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ പ്രത്യേകിച്ച് ഈ രജിസ്ട്രാറുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ശമനമായിരിക്കുകയാണ് എന്ന് പറയാം. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം സംരക്ഷിച്ച് നിർത്തിയിരുന്ന KS അനിൽകുമാറിനെ ഇപ്പോൾ പൂർണ്ണമായും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് VCയുടെ ഒരു വിജയമാണ് ഇത് എന്നുകൂടി, നമുക്ക് താൽക്കാലിക VCയുടെ വിജയമാണ് ഇതെന്നുകൂടി വാദിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നേരത്തെ താൽക്കാലിക VC-ആയിരുന്ന സിസ തോമസ് അടക്കം നിയമിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള VC-യെ കൊണ്ടുവന്ന മിനി സി കാപ്പൻ്റെ കാര്യത്തിലൊരു മാറ്റമുണ്ടായെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഹരികുമാറിൻ്റെ താൽക്കാലിക രജിസ്ട്രാർ നിയമനം അംഗീകരിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ അടക്കമുള്ളവർ തയ്യാറാകാത്തൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അവർക്ക് പകരം പുതിയതായി കാര്യവട്ടം ക്യാമ്പസിലെ ജോയിൻറ്റ് രജിസ്ട്രാർ ആയിട്ടുള്ള രശ്മിയെ നിയമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. എന്തായാലും VCയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ കാര്യത്തിൽ VC പിടിച്ച കാര്യങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ VC സ്വീകരിച്ച നിലപാടുകൾക്ക് തന്നെ ഒടുവിൽ അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്രയും നാൾ യൂണിവേഴ്സിറ്റിയിൽ നിലനിന്നിരുന്ന അധികാര തർക്കങ്ങൾക്ക് VCക്ക് മേൽക്കൈ കിട്ടുകയാണ്. ഒടുവിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഈ രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ KS അനിൽകുമാറിൻ്റെ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടം മുതൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുകയും ഇടതുപക്ഷത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുകയും അനധികൃതമായി യൂണിവേഴ്സിറ്റിയിൽ കടന്നു കയറുകയും ഒപ്പം ഭാരതാംബ വിഷയത്തിലടക്കം വിവാദപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ഗവർണറുടെ ഓഫീസിനെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം സൃഷ്ടിച്ച KS അനിൽകുമാർ ഒടുവിൽ ഇടത് സിൻഡിക്കേറ്റിനും CPM-നും ഒന്നും വേണ്ടാത്ത ആളായി മാറിയിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി ഇവിടെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും രജിസ്ട്രാറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക രജിസ്ട്രാർ പുതിയൊരാൾ വരുമ്പോഴും VC പറഞ്ഞ കാര്യങ്ങൾക്ക് അംഗീകാരം നൽകേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ളത്. ഗൗതം. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് പ്രജിത് മോഹൻ.